ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വ്ലോഗാണിത്. ഞാൻ 2 ദിവസത്തെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എഴുതി ലിസ്റ്റാക്കി വെക്കാറുണ്ട്. കുറച്ച് നല്ല ശീലങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കിട്ടിയൊരു ബ്രേക്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് സമയം ചിലവാക്കാറുള്ളത്. എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടുമൊക്കെ. 2 വർഷം നീറ്റ് തന്നെയായിരുന്നു എൻ്റെ ലോകം. അതിനിടയിൽ എന്നെ കെയർ ചെയ്യാൻ എനിക്കൊരു സ്പേസ് കിട്ടിയിട്ടില്ല. മിക്ക നീറ്റ് ആസ്പിരൻസിനും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു ബ്രേക്ക് ടൈം ഞാൻ എന്നെ മാക്സിമം അറിയാനും എൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനും പിന്നെ കുറച്ചുകൂടി നല്ല ശീലങ്ങൾ ലൈഫിൽ കൊണ്ടുവരാനും ഒക്കെ യൂസ് ആക്കുന്നുണ്ട്. ഞാൻ പുതുതായിട്ട് തുടങ്ങിയൊരു ശീലമാണ് ഈ ജേർണൽ എഴുതുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ഡ്രീംസ്, നമ്മളിനി ലൈഫിൽ ചെയ്യാൻ പോകുന്ന പ്ലാൻസ് എല്ലാം നമുക്കിതിൽ എഴുതി ചേർക്കുമ്പോൾ നമുക്ക് നമ്മളെ അറിയാനും കൂടി കഴിയും. ഇപ്പോൾ രാവിലെ എണീറ്റ് തുടങ്ങി തന്നെ ഞാൻ ജേർണൽ എഴുതുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ബേസിക് മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അത്യാവശ്യം ബേസിക് മാത്സ് ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഫിസിക്സിൽ ഞാൻ വീക്കാണ് എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ ബേസിക് മാത്സ് എനിക്ക് സ്ട്രോങ് ആവാത്തത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ബേസിക് മാത്സ് തന്നെ പഠിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ട് നോട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാനൊരു മൂവി കാണാൻ പോവുകയാണ്. ഒരു മോട്ടിവേഷണൽ മൂവി തന്നെ കാണാമെന്ന് വിചാരിച്ച് അത് കാണുന്നുണ്ട്. മൂവി കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബേസിക് മാത്സിൻ്റെ ബാക്കി ക്ലാസ് കാണുന്നുണ്ട്. അതിൻ്റെ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയറും എനിക്ക് ബേസിക് മാത്സിൻ്റെ നോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു നോട്ട് ഉണ്ടാക്കുന്നത്. കാണുന്നവരാവുന്നുണ്ട്. ആക്ച്വലി ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ആ ശീലം ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. മോർണിംഗ് എണീക്കാൻ ആഗ്രഹമുണ്ട്. പതുക്കെ അത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ പ്ലാൻ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൽ അറ്റാച്ച് ചെയ്യാത്തത്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആ ഒരു ട്രാക്ക് വിട്ടുപോകാണ്ടിരിക്കാനും ആ ഒരു ട്രാക്കിലേക്ക് പതുക്കെ കയറാനുമായിട്ടാണ് ഞാൻ 2 ചാപ്റ്റേഴ്സ് ബയോളജി NCERT റീഡ് ചെയ്യാനിട്ടിട്ടുള്ളത്. പിന്നെ ബേസിക് മാത്സ് ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് റിവിഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് ടൈം ഉണ്ടാവും. ആ ടൈം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ടയേർഡാണ്. അപ്പോൾ അതൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. സോ സമയം കൊടുക്കുക, അത് സെറ്റായി വരും. പക്ഷേ ആ ഒരു ട്രാക്ക് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നോക്കുക. നെക്സ്റ്റ് ഡേ മെയ് 14. ഇന്നലത്തെ പോലെ തന്നെ മോർണിംഗ് എണീറ്റു ആദ്യം തന്നെ ജേർണൽ എഴുതുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇന്നലെ ട്യൂഡ് ഇട്ടിട്ടുണ്ടായിരുന്ന ബ്രീത്തിങ് NCERT റീഡ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം ഒരു മൂവി കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു മൂവി പേഴ്സൺ അല്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് എന്നെ റിലാക്സ് ആക്കിയേ പറ്റുള്ളൂ എന്നതുകൊണ്ട് മാത്രം മൂവീസൊക്കെ കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചതിന് ശേഷം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ NCERT വായിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വെറുതെ നടന്ന ടൈം ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനിടയിൽ രാത്രി ഞാൻ ചെറുതായിട്ട് സ്കിൻ കെയർ ചെയ്തു. അതിനുശേഷം ബ്രീത്തിങ്ങിൻ്റെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 200+ ക്വസ്റ്റ്യൻസ് മാത്രം മെറ്റീരിയലിൽ നിന്നുണ്ടായിരുന്നു. ഞാൻ അത്രയും ചെയ്തിട്ടില്ല. ഞാനൊരു 137 ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോളജിയിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പോലും നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടതില്ല. നമ്മൾ നിസ്സാരമായെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കാം. അത് എൻ്റെ ഒരു അനുഭവമാണ്. ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കരുത് എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ കിട്ടുന്ന സമയം ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തീർക്കുക. ഇനി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റത്തില്ല. നമ്മളെടുക്കുന്ന പല ഡിസിഷൻസും ചിലപ്പോൾ തെറ്റിപ്പോവും, ചിലപ്പോൾ അതല്ലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ അത് കണ്ടെത്തുക, അത് മനസ്സിലാക്കുക. ബാക്കി എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്യണമല്ലോ. നിങ്ങളുടെയൊക്കെ ഒരു ഡേ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചിലർ നല്ല സങ്കടത്തോടുകൂടി ഇരിക്കുന്നുണ്ടാവും, ചിലർ എല്ലാം കഴിഞ്ഞു ഇനി എന്താ വരണത് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. എക്സാം നിങ്ങൾ വിചാരിച്ചതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർ സങ്കടപ്പെട്ടിരിക്കേണ്ട. അത് കഴിഞ്ഞു, അതിലിട്ട് നമുക്കൊരു തിരുത്ത് വരുത്താൻ പറ്റില്ല. ഇനി മുന്നോട്ട് എന്താണോ അത് മാത്രമേ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ. അതിനിടയിൽ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, ഒരുപാട് ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾ ചിലർ കേൾക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ. അത് കുറേ കാര്യങ്ങൾ കേട്ടില്ല എന്ന് തന്നെ നടിക്കുക. മുന്നോട്ടൊന്നും ഇവർ നമുക്കുണ്ടാവില്ല. നമ്മളെ സേവ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക ഹീലായി വരാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ബ്രീത്തിങ്ങിൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 hour ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോഡ്കാസ്റ്റ് കേൾക്കാനിരുന്നു. ഒരു ടൈമിൽ പോഡ്കാസ്റ്റ് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്. ഇത്ര തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് എൻ്റെ ചാനലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.